വരുതി കട കൊണ്ടേ ജീവിച്ച ഞാനായിരുന്നു. കടയങ്ങ് ചുഴലിയിലങ്ങ് ഇടിയും മിന്നലിനും അങ്ങ് ഈ കട നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. എനിക്കിതുപോലൊരു കട കിട്ടിയാൽ മതി, മറ്റൊന്നും വേണ്ട. ഇവിടെ ഇത്രയും വലിയ ലൈറ്റ് ഹൗസൊക്കെ വന്നിട്ട് വഴിവിളക്ക് പോലും ഇല്ലാത്ത രാജ്യമായി. അതൊക്കെയല്ലേ വേണ്ടത്, വിളക്ക് വേണം. എത്രയോ വിദേശത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ ഒരു വെട്ടവും വെളിച്ചവും ഒന്നുമില്ല. നമുക്ക് അതൊക്കെ അത്യാവശ്യം. പിന്നെ ഈ കടൽ ഭിത്തി വേണം. കടൽക്കയറ്റം സഹിക്കാൻ വയ്യ, എല്ലാവരും ഇവിടെ നിന്ന് അങ്ങ് പോവുക. കടൽ ഭിത്തി അത്യാവശ്യമാണ് മോനെ. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഈ തൊണ്ടി ജനിച്ച് ഞങ്ങളുടെ ഇതൊക്കെ ഇത് കണ്ട എൻ്റെ കട നശിച്ച് കിടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഇവിടെ നിന്ന കട കടലിൽ കാറ്റും ചുഴലി ഇടിയും മിന്നലും കൂടെ കടയ്ക്ക് പിടിച്ച് എന്നെ ഒരു ആശുപത്രി കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് എല്ലാം ചുഴലി പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു വീഴും. അങ്ങോട്ട് കടന്റെ അവിടെ പുറവശമൊക്കെ നല്ല മണ്ണായിരുന്നു. എല്ലാം കടല് കയറി ഇങ്ങോട്ട് കയറി അറുത്തറത്തോട്ട് പോവുക. പക്ഷേ ഇവിടെ ഇപ്പം എന്തെങ്കിലും ഒരു ഫാഷൻ വാളും എന്നാണെങ്കിലും നല്ല വിധമായിട്ട് ചെയ്ത് ആൾക്കാർക്ക് ഇരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യങ്ങളൊക്കെ സർക്കാർ ഉണ്ടാക്കിയിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്നും ലൈറ്റ് ഹൗസ് വന്നിട്ട് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയതായിരുന്നു. പക്ഷേ ലൈറ്റ് ഹൗസിനെ കൊണ്ട് 2 വർഷം സുഖമായിട്ട് ഞാനൊരു കപ്പലണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ച ആളാണ്. കപ്പലണ്ടി സർവത്തും വെള്ളമൊക്കെ വിറ്റാ ജീവിച്ചത്. ലൈറ്റ് ഹൗസ് വന്നതിന് ശേഷമാണ് ഇവിടെയൊക്കെ കാണാൻ വന്നത്. പാലവും വന്നതിന് ശേഷമാണ് ഞാൻ ഈ അടുത്തുള്ളതാണ്. പക്ഷേ ഇതുവരെ ഇങ്ങനെ പാലവും ലൈറ്റ് ഹൗസും വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ, നല്ല ആൾക്കാരെ കാണാം, സംസാരിക്കാം. നമ്മുടെ ഒരു ഈ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത വീട് ഇത് കണ്ടാൽ മതി. ഇത് നന്നാക്കി തരാൻ ആരുമില്ല. ഞാൻ സ്വയം ജോലി എടുത്താലോ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, മറ്റാരും എന്നെ സഹായിക്കാനൊന്നും ഇനിതാ. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് ഈ കടയൊന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കട മാത്രം മതി, എനിക്കൊന്നും വേണ്ട. ലോകത്തിൽ എനിക്ക് 1 സെൻറ്റ് ഭൂമിയുമില്ല, ഒന്നുമില്ല എൻ്റെ പേരിൽ. എനിക്ക് കടയുണ്ടെങ്കിൽ എനിക്ക് നിത്യവും എനിക്ക് 3 നേരം കഴിച്ചില്ലെങ്കിലും 1 നേരമെങ്കിലും കഴിച്ചാൽ മതി. ഈ കട കൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഭർത്താവാണെങ്കിൽ ക്യാൻസർ വന്ന് മരിച്ചു പോയി. പിന്നെ ഈ കടയാണ് എൻ്റെ ഉപജീവിതം. പേരെന്തായിരുന്നു? എൻ്റെ പേര് പത്മിനി. വീട്ടുപേര് കുന്നത്ത്, വല്യേരിക്കൽ.